ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അത് വളരെ എളുപ്പത്തിലാണ്. പിന്നെ 6-7 സവാള, 5 തക്കാളി, 11 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് അധികം വെളുത്തുള്ളി, ഒരു നാരങ്ങ, പിന്നെ പുതിന, മല്ലിച്ചപ്പ്, കരിവേപ്പില. ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് പൊരിക്കുന്ന രീതിയിൽ എന്താക്കുക, മസാല തേച്ച് വെക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എന്താക്കുക, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. നല്ല ബ്രൗണിഷ് കളറായിട്ട് വഴറ്റണം. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു പാനിൽ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കന് കുറച്ച് ഓയിൽ വെച്ചിട്ട് പൊരിക്കാൻ വെക്കാം. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു വെള്ളം വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിൽ ആഡ് ചെയ്യും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവാളയും തക്കാളിയിലേക്ക് ഇതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇട്ടിരിക്കുന്ന സാധനങ്ങൾ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ എല്ലാ ഇലകളും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു വെസലിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബിരിയാണി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ ആ സെയിം പാത്രം തന്നെയാണ് എടുക്കുന്നത്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ഒഴിക്കുക. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 6 ഏലക്കായ്, ഒരു 6-7 കറാമ്പൂ, ചെറിയൊരു പീസ് പട്ട, പിന്നെ ഒരു ചെറിയൊരു സവാള നമ്മൾ നേരിയതാക്കി അരിഞ്ഞത് ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇനി വെള്ളം ആഡ് ചെയ്യണം. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്ന അരിൻ്റെ ഡബിൾ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 ഗ്ലാസ് ഓഫ് അരിയാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഓരോരുത്തേക്കും ഓരോ അളവായിരിക്കും. നമ്മളെ ഗ്ലാസ് ഇവിടെ ചെറുതായിട്ട് ഇവിടെ താഴെ കാട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കാം. കുറച്ച് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് പതച്ച് വരുമ്പോൾ നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാം. എന്നിട്ട് എന്താക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം. അതും ഹൈ ഫ്ലെയിമിൽ. വീണ്ടും ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താക്കുക, ഒന്ന് ഫ്ലെയിം സ്ലോ ആക്കിയതിന് ശേഷം ഒന്നും കൂടി മൂടി വെക്കാം. നമ്മളെ ബിരിയാണി റൈസ് ഓഫാക്കുന്നതിൻ്റെ മുമ്പ് 1 മിനിറ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് പൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഓഫാക്കുക. നമ്മളെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയും ബിരിയാണി റൈസും കൂടി ഒന്നാക്കുന്ന സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മസാല എടുത്തിടുക. അതായത് അടിയത്തെ ലെയറായിട്ട് നമ്മൾ മസാല ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണി റൈസ് ഇടുക. എന്നിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു സംഭവം നമ്മൾ എന്താക്കുക, മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ആ ഫ്ലേവേഴ്സൊക്കെ ആ റൈസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി റൈസും അതേപോലെ തന്നെ മസാലയും നമ്മൾ വേറെ വേറെ ആയിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.